लोके वच पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 9 സൃഷ്ടിശക്തിക്ക് വേണ്ടി ബ്രഹ്മാവിന്റെ പ്രാർത്ഥന. ശ്ലോകം 13. പുംസാമദോ വിവിധ കർമ്മഭിർ ദാനേന ചോഗ്രതപസാ വ്രതചര്യയാ ച ആരാധനം ഭഗവസ്തവ സത്ക്രിയാർത്ഥോ ധർമ്മോർപ്പിത കർഹിജിത് പ്രിയതേന യത്ര. പുംസാമദോ വിവിധ കർമ്മഭിർ ദാനേന ചോഗ്രതപസാ വ്രതചര്യയാ ച ആരാധനം ഭഗവതസ്തവ സത്ക്രിയാർത്ഥോ ധർമ്മോർപ്പിത കർഹിജിത് പ്രിയതേന യത്ര. പുംസാം ജനങ്ങളുടെ അധഃ അതുകൊണ്ട് വിവിധ കർമ്മഭി വിവിധ ഫലകാംക്ഷ പ്രവർത്തികളാൽ രദ്വര ആദൈർ വൈദികാചാരങ്ങളുടെ അനുഷ്ഠാനത്താൽ ദാനത്താൽ ച അതിനും പുറമെ ഉഗ്ര വളരെ കഠിനം തപസ്സിനാൽ പരിചര്യ അതീന്ദ്രിയ സേവനത്താൽ ച അതും കൂടി ആരാധന ഭഗവതഃ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ തവ അങ്ങയുടെ സത്ക്രിയ അർത്ഥ അങ്ങയുടെ ഭഗവത് പദത്തെ സംതൃപ്തിപ്പെടുത്തുന്നതിന് മാത്രം ധർമ്മം അർപ്പിതം അപ്രകാരം അർപ്പിച്ചു കർഹിച്ചിത് ഏത് സമയത്തും മറിയതെ കീഴടങ്ങുക ന ഒരിക്കലും എത്ര അവിടെ. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. വൈദികാചാരങ്ങളുടെ അനുഷ്ഠാനം, കാരുണ്യപൂർവമുള്ള ഭിക്ഷാദാനം, സന്മാർഗ നിഷ്ഠയോടുള്ള തപസ്, അങ്ങേക്കുള്ള ആരാധനയായി നടത്തുന്ന അതീന്ദ്രിയ സേവനം, ഫലേച്ഛാ കർമ്മങ്ങളുടെ ഫലം അങ്ങേക്ക് സമർപ്പിക്കൽ തുടങ്ങി ഭക്തിഭാവത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം പ്രയോജനപ്രദങ്ങളാണ്. അത്തരം ധർമ്മകർമ്മങ്ങൾ ഒരിക്കലും നിഷ്ഫലങ്ങളാകില്ല. ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രവണം, കീർത്തനം, സ്മരണം, ആരാധന, പ്രാർത്ഥന മുതലായ 9 വിധ ആത്മീയ കർമ്മങ്ങളോടെ നടത്തുന്ന ആത്യന്തികമായ ഭക്തിയുത സേവനം ആഡംബര സ്വഭാവമുള്ള ആളുകൾക്ക് എല്ലായ്പ്പോഴും പ്രിയങ്കരമായിരിക്കില്ല. വൈദികാചാരങ്ങൾ സാമൂഹികവുമായ പ്രകടനങ്ങൾക്ക് വേണ്ടിയുള്ള ധനച്ചെലവ് കൂടിയ പരിപാടികൾ തുടങ്ങിയവയിലാണ് അവർക്ക് താല്പര്യം. പക്ഷേ എല്ലാ സത്കർമ്മങ്ങളുടെയും ഫലം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന് സമർപ്പിക്കണമെന്നാണ് വൈദിക ശാസ്ത്രം. ഒരുവൻ തന്റെ ദൈനംദിന ജീവിതത്തിൽ നടത്തുന്ന ആരാധന, യജ്ഞം, ദാനം തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ എല്ലാം ഫലം തനിക്ക് മാത്രം സമർപ്പിക്കണമെന്ന് ഭഗവത്ഗീത 9:27 ഭഗവാൻ ആവശ്യപ്പെടുന്നു. ഏത് സത്കർമ്മത്തിന്റെയും ഫലം ഭഗവാന് സമർപ്പിക്കുന്നത് ഭക്തിയുത സേവനത്തിന്റെ അടയാളമാണ്. ഒരുവൻ തന്റെ കർമ്മഫലം സ്വയം ആസ്വദിക്കുമ്പോൾ അതിന് താൽക്കാലിക മൂല്യമേ ഉള്ളൂ. ഭഗവാന് സമർപ്പിക്കുമ്പോൾ അത് പൂർണ്ണവും ശാശ്വതവുമായ മൂല്യമുണ്ടാകും. ഭഗവത് നാമത്തിൽ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും സ്ഥിര സ്വത്താവുകയും അത് അദൃശ്യമായ ഭക്തിയുടെയും പുണ്യത്തിന്റെയും രൂപത്തിൽ സമാഹൃതമായി ക്രമാനുഗതമായ പുരോഗതിയിലൂടെ ഭഗവാന് വേണ്ടിയുള്ള കലർപ്പറ്റ ഭക്തിയുത സേവനമായി രൂപാന്തരപ്പെടുകയും ചെയ്യും. തിരിച്ചറിയപ്പെടാത്ത ഈ ഭക്തി പ്രവർത്തനങ്ങൾ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ പരമകാരുണ്യത്താൽ ഒരു നാൾ പരിപൂർണമായ ഭക്തിയുത സേവനമായി മാറും. അതുകൊണ്ട് ഭഗവത് നാമത്തിലുള്ള ഏത് സത്കർമ്മവും പരിശുദ്ധരല്ലാത്ത ഭക്തർക്ക് വേണ്ടി ഇവിടെ ശുപാർശ ചെയ്യുന്നു. ശ്ലോകം 14. ശശ്വസ്വരൂപ മഹസൈവ നിബീതഭേദം മോഹായ ബോധദീക്ഷണായ നമ പരസ്മൈ ഈശോദ്ഭവസ്ഥിതിലയേഷു നിമിത്തലീല
വ്യാസായതേ നമ ഇദം ചക്രമേശ്വരായ ശശ്വസ്വരൂപമഹസൈവ നിവീതഭേദ മോഹായ ബോധധിഷണായ നമ പരസ്മൈ വിശ്വോദ്ഭവസ്ഥിതിലയ ലയേഷു നിമിത്തലീല വ്യാസായതേ നമ ഇദം ചക്രമീശ്വരായ. ശാശ്വതമായി സ്വരൂപ അതീന്ദ്രിയ രൂപം ഏവ തീർച്ചയായും നിബീത വേർതിരിക്കപ്പെട്ട ഭേദ വ്യത്യസ്ത മോഹായ മായാസങ്കല്പത്തിന് വേണ്ടി ബോധ സ്വയംജ്ഞാനം ധിഷണായ ബുദ്ധി നമഃ പ്രണാമം പരസ്മൈ അതീന്ദ്രിയത്തിനായി വിശ്വ ഉഭവ ഭൗതിക പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി പാലനം ലയേഷു നശീകരണവും നിമിത്ത കാരണത്താൽ ലീല അത്തരം ലീലകളാൽ രാസായ ആസ്വാദനത്തിന് വേണ്ടി തേ അങ്ങേക്കായി നമഃ നമസ്കാരങ്ങൾ ഇത് ചക്രമ ഞാൻ ചെയ്യട്ടെ ഈശ്വരായ പരമോന്നതനായി. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. സ്വന്തം ആന്തരിക ശക്തിയാൽ ശാശ്വതമായി വ്യതിരിക്തനായ പരമമായ അതീന്ദ്രിയത്തിനായി ഞാൻ എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ വേർതിരിക്കാനാവാത്ത നിർവ്യക്തിക ഘടകത്തെ ബുദ്ധിയുള്ളവർ സാക്ഷാത്കാരത്തിനായി സ്വയം ബോധ്യപ്പെടുന്നു. ഭൗതിക പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാര ലീലകൾ ആസ്വദിക്കുന്ന അദ്ദേഹത്തിന് ഞാൻ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ സ്വന്തം ആന്തരിക ശക്തിയാൽ ജീവസത്തകളിൽ നിന്ന് വ്യതിരിക്തനാണ്. ബുദ്ധിയുള്ളവരാൽ അദ്ദേഹത്തിന്റെ നിർവ്യക്തിക അതായത് അമൂർത്ത ഘടകം സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുണ്ട്. ആകയാൽ ഭഗവാന്റെ ഭക്തന്മാർ അദ്ദേഹത്തിന്റെ അമൂർത്ത ഘടകത്തിന് തങ്ങളുടെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. രാസ എന്ന പദം ഇവിടെ അർത്ഥവത്താകുന്നു. ഭഗവാൻ കൃഷ്ണൻ വൃന്ദാവനത്തിൽ ഗോപിക തരുണിമാരുമൊത്ത് രാസനൃത്തം ആടിയതുപോലെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ഗർഭോദകശായി വിഷ്ണുവും മുഴുവൻ ഭൗതിക ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നിർവഹിക്കുന്ന തന്റെ ആന്തരിക ശക്തിയുമൊത്ത് രാസനടനം ആസ്വദിക്കുന്നു. യഥാർത്ഥത്തിൽ ഭഗവാൻ കൃഷ്ണൻ ഗോപികാ തരുണികളുമൊത്ത് നിരന്തരം രാസനൃത്തം ആടിക്കൊണ്ടിരിക്കുകയാണ്. ഗോപാല താപനി വേഷത്തിൽ താഴെ പറയുന്ന വാക്കുകളാൽ ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നു. പരാദന്തേ സ്വബുദ്ധ്യത ഗോപവേഷേമ പുരുഷഃ പുരസ്താദാവിർഭൂവ. ഭഗവാന്റെ ആന്തരിക ശക്തിയും അദ്ദേഹത്തിന്റെ ഭൗതിക പ്രപഞ്ചത്തിലെ മുഴുവൻ ആവിഷ്കാരവും നടത്തുന്ന അദ്ദേഹത്തിന്റെ ഭൗതിക ശക്തിയും വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കാൻ കഴിവുണ്ടാകുമ്പോൾ ഭഗവാനും ജീവസത്തയും തമ്മിലുള്ള വ്യത്യാസവും നിശ്ചയമായും അനുഭവയോഗ്യമാകും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കണ്ടന്റ് എന്ന് പറയുന്നത് 13ാമത്തെ ശ്ലോകത്തില് നവവിധ ഭക്തിയായ, അതാണ് നമുക്ക് പ്രഹ്ലാദ് മഹാരാജ് പറഞ്ഞു തരുന്നുണ്ട്. നവവിധ ഭക്തിയായ ശ്രവണം, കീർത്തനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഈ 9 ഭക്തി മാർഗങ്ങളിലൂടെ നമുക്ക് ഭഗവാനായിട്ട് അടുക്കാൻ പറ്റുമെന്ന് പ്രഹ്ലാദ് മഹാരാജ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ബ്രഹ്മദേവനും പറയുന്നത് ഇത് തന്നെയാണ്. ഈ നവവിധ ഭക്തികളിലൂടെ നടത്തുന്ന ഭക്തിയുത സേവനം ആഡംബര ജീവിതം നയിക്കുന്ന ആളുകൾക്ക് ഇത് ഇഷ്ടമാവില്ല. ഈ നവവിധ ഭക്തിയോ അങ്ങനൊന്നും ഇഷ്ടമാവില്ല. അവരുടെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ആഡംബരവും അവരുടെ പ്രശസ്തിയും കാണിക്കാൻ വേണ്ടി വലിയ വലിയ ഉത്സവങ്ങളും, ഭൗതിക ലോകത്തിൽ പ്രത്യേകിച്ചും കലിയുഗത്തിൽ ആളുകൾ അവരുടെ പ്രശസ്തിയും ആഡംബരവും വലിയ വലിയ ഉത്സവങ്ങൾ പോലുള്ള മതപരമായ ചടങ്ങുകളും ഒക്കെ നടത്തി വലിയ പ്രശസ്തി ഉണ്ടാവാൻ വേണ്ടി ധാരാളം പണം ചിലവഴിക്കുന്നു. ഇതില് ഭഗവാൻ ഒന്നും അർപ്പിക്കുന്നില്ല, ഭഗവാന് വേണ്ടിയിട്ട് ഒന്നും അവരെ അർപ്പിക്കുന്നില്ല. എല്ലാം അവരുടെ സ്വന്തം ആഗ്രഹങ്ങൾക്കും സ്വയസുഖത്തിനും വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമ്മുടെ എല്ലാ കർമ്മങ്ങളും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിക്കണം. ഒരുവന്റെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ സേവനങ്ങളും, അതായത് ആരാധനയായാലും യജ്ഞമായാലും ദാനം കൊടുക്കുന്നതായാലും എല്ലാം ഭഗവാന്റെ
ഭഗവാന് വേണ്ടിയിട്ട് അർപ്പിച്ച് നടത്തണം. ആ പ്രവർത്തനങ്ങളിലൂടെ ലഭിക്കുന്ന എല്ലാ ഫലങ്ങളും ഭഗവാന് സമർപ്പിക്കുകയും വേണം. അപ്പം ഈ എല്ലാ ഫലങ്ങളും ഇത് തന്നെ ഭഗവാൻ തന്നെ ഇത് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. 9:27 യത്കരോഷി യദസ്നാസി യജ്ജുഹോഷി ദസ ദസാസി ദസാസി യത് പശ്യസി കൗന്ദേയ തൽകുരുഷമദർപ്പണം എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അതായത് ഭഗവാൻ പറയുന്നത് അർജുനോട് പറയുന്നെങ്കിലും നമ്മളോടാണ് കൂടിയാണ് പറയുന്നത്. ഭഗവത്ഗീത എന്ന് അറിയാമല്ലോ, നമ്മളെയും കൂടെ ഗീതാ ഉപദേശം നടത്തുകയാണ് ഭഗവാൻ അർജുനനിലൂടെ. അർജുനനോട് പറയാണ്, എന്ത് നീ ദാനം ചെയ്യുന്നുവോ, ഏത് തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നുവോ, എന്ത് നീ ഭക്ഷിക്കുന്നുവോ, അതായത് എന്ത് നിവേദിക്കുന്നുവോ അതെല്ലാം എന്നെ എന്നെ എനിക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ട് ചെയ്യണം. ഇങ്ങനെ എല്ലാ പ്രവർത്തികളിലും ഫലം ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുമ്പോൾ ഭക്തിയുത ഇത് അർപ്പിച്ച് ചെയ്യുന്നത് തന്നെ ഭക്തിയുത സേവനത്തിന്റെ ഒരു അടയാളമാണ്. അപ്പൊ ആരാണോ അങ്ങനെ ഒരാൾ ചെയ്യുന്നത്, അയാൾ ഭക്തിയുത സേവനത്തിൽ എന്താണ് ഭക്തിയുത സേവനം നമുക്ക് പലർക്കും അറിയത്തില്ല. ഇങ്ങനെ ചെയ്യുന്നതാണ് ഭക്തിയുത സേവനത്തിന്റെ അടയാളം. ഇതിലൂടെ നമുക്ക് ഭക്തിയുത സേവനം നമ്മൾ ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ കർമ്മഫലം ഭഗവാന് സമർപ്പിക്കുമ്പോൾ പൂർണ്ണമായും അത് ശാശ്വതവുമാണ്. അത് മാത്രവുമല്ല, അത് സ്ഥിരമായ സ്വത്തായി നിൽക്കുകയും ചെയ്യും. അത് ഭയങ്കര മൂല്യമുള്ളതാവുകയും ചെയ്യും. അതല്ലാതെ നമ്മളെല്ലാം കൂടുതൽ ആൾക്കാരും ബർത്ത്ഡേ പാർട്ടികളോ അതും ഇതുമൊക്കെ ഇങ്ങനെ അല്ലാതെ ഭയങ്കര കേക്ക് മുറിച്ച് ആൾക്കാരെ എല്ലാം വിളിച്ച് ഭഗവാനെ അവിടെ സ്മരിക്കാറില്ല. കാരണം ഒരു ദീപം ഉള്ളത് പോലും ഊതിക്കെടുത്തിയിട്ടാണ് അവിടെ ആൾക്കാർ നടത്തുന്നത്. ഭക്തന്മാരുമായിട്ട് ചേർന്ന് ഭഗവാനെ അർപ്പിച്ച് അത് നടത്തുമ്പോൾ അതിന് പ്രത്യേകമായൊരു മൂല്യവും ഉണ്ടാകും. അതെന്നേക്കും നമ്മുടെ ആത്മീയ ആരോഗ്യത്തിന് മുതൽക്കൂട്ടുമാണ്. ഹരേകൃഷ്ണ. അതേപോലെ ഇത് അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഈ ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം, ഫലം അർപ്പിച്ച് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം കൂടിച്ചേർന്ന് കാലക്രമേണ ഭക്തിയുത സേവനം മാത്രമായി മാറും. ഭക്തിയുത സേവനമായി മാറും. അതുകൊണ്ട് ഭഗവത് നാമത്തിലുള്ള ഏത് സത്കർമ്മവും പരിശുദ്ധരല്ലാത്ത ഭക്തന്മാർക്ക് വേണ്ടി ബ്രഹ്മദേവൻ ശുപാർശ ചെയ്യുന്നു. ഭക്തന്മാരല്ലാത്ത ആൾക്കാരെല്ലാം ഇങ്ങനെ ചെയ്യണമെന്നാണ് ബ്രഹ്മദേവൻ ഇവിടെ പറയുന്നത്. ഇതിലൂടെ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരാൾ ശുദ്ധഭക്തനായി മാറും. അതാണ് 13ാമത്തെ ശ്ലോകത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 14ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ സ്വന്തം ആന്തരിക ശക്തിയാൽ ജീവസത്തകളിൽ നിന്ന് നിർവ്യക്തികനാണ്. ഭഗവാന് അങ്ങനെയുള്ള ഭഗവാന് സാദര പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ് ഇവിടെ 14ാമത്തെ ശ്ലോകത്തിൽ ബ്രഹ്മദേവൻ ചെയ്യുന്നത്. അതേപോലെ ഭൗതിക ലോകത്തിലെ ഭഗവാന്റെ ഭക്തന്മാർ ഇത് മനസ്സിലാക്കുന്ന ഈ അമൂർത്ത ഘടകം മനസ്സിലാക്കുന്ന ഭക്തന്മാർ ആളുകൾ ആത്മസാക്ഷാത്കാരം നേടുകയും അവരും ഭഗവാന് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഭഗവാന് സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഇവിടെ രാസ എന്ന പദം ഈ ശ്ലോകത്തിലുണ്ട്. അത് അർത്ഥമാക്കുന്നത് ഭഗവാൻ കൃഷ്ണനും വൃന്ദാവനത്തിലെ ഗോപികമാരും ചേർന്ന് നടത്തുന്ന രാസനൃത്തതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ ആ രാസലീല ആടിയതുപോലെ പരമദിവ്യോത്തമ പുരുഷനായ ഗർഭോദകശായി വിഷ്ണുവിനെ കുറിച്ചാണല്ലോ ഇപ്പൊ പറയുന്നത്. ഗർഭോദകശായി വിഷ്ണുവിന്റെ അടുത്ത് ബ്രഹ്മദേവന്റെ പ്രാർത്ഥനയാണല്ലോ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുപോലെ ബ്രഹ്മദേവൻ പറയുകയാണ്, ആ രാസനൃത്തം നടക്കുന്നത് പോലെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ഗർഭോദകശായി വിഷ്ണുവും ഭൗതിക ലോകത്തിലെ സൃഷ്ടി സ്ഥിതി സംഹാരം നിർവഹിക്കുന്ന ഭഗവാന്റെ അന്തരംഗ ശക്തിയുമായി ഇവിടെ രാസനൃത്തം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ എല്ലായ്പ്പോഴും ഭഗവാൻ കൃഷ്ണൻ ഗോപികമാരുമൊത്ത് രാസനടനം ആടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഗോപാല ഉപനിഷത്തിൽ ഇത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ആ ശ്ലോകം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പരാദന്തേസോ ബുദ്ധ്യത ഗോപവേഷേമേ പുരുഷ പുരസ്താദാവിർഭൂവ. അതായത് ഭഗവാന്റെ ആന്തരിക ശക്തിയും ഭൗതിക പ്രപഞ്ചത്തിലെ മുഴുവൻ ആവിഷ്കാരവും നടത്തുന്ന ഭൗതിക ശക്തിയും വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കാൻ ഒരാൾക്ക് കഴിവുണ്ടാകുമ്പോൾ അയാൾക്ക് ഭഗവാനും ജീവസത്തയും തമ്മിലുള്ള വ്യത്യാസവും മനസ്സിലാക്കാൻ കഴിയും. ഹരേ കൃഷ്ണ.